ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം കനക്കുകയാണ്. അടിയും തിരിച്ചടിയുമായി ഓരോ രാത്രികളും കഴിഞ്ഞു പോവുകയാണ്. ഇനി ഇത് വലിയ സംഘർഷത്തിലേക്ക് മാറുമോ? ഒരു യുദ്ധത്തിലേക്ക് പോകുമോ? യുദ്ധത്തിലേക്ക് പോകാനുള്ള ലക്ഷണങ്ങൾ ഉണ്ട് ഇവിടെ. മധ്യേഷ്യയിലും മറ്റും അവിടെ ഗൾഫ് കടൽ തീരത്തേക്ക് അമേരിക്കയുടെ പടക്കപ്പലുകൾ എത്തിയിരിക്കുകയാണ്. അത് ഒരു യുദ്ധ സൂചനയാണ്, അല്ലെങ്കിൽ ഒരു സംഘർഷ സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കയുടെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കും UK-ക്കും ഫ്രാൻസിനും ബേസുകളുണ്ട്, എയർ ബേസുകളുണ്ട്, സൈനിക താവളങ്ങളുണ്ട്. ഇത് ആക്രമിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും UK-യും ഫ്രാൻസും അവരുടെ പൗരന്മാരോട്, ഗൾഫ് രാജ്യങ്ങളിലുള്ള പൗരന്മാരോട് പ്രദേശത്തേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നിസ്സാരം അല്ല കാര്യങ്ങൾ എന്നാണ്. ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ഈ അന്തം വിട്ടു നിൽക്കുന്ന ഇറാൻ എന്തും ചെയ്തു കളയും എന്നൊരു തോന്നൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പൊതുവേ ഉണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കില്ല. അതാണ് മറ്റൊരു ചോദ്യം. ഇറാൻ എത്ര നാൾ ഇങ്ങനെ ഒരു വലിയ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അതിന് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, ഇറാൻ അത്ര മോശം രാജ്യമല്ല നമ്മൾ കരുതുന്നതുപോലെ. പക്ഷേ ഇസ്രയേലിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അത് ഇസ്രയേലിന് നമ്മളീ പുറമേ കാണുന്ന വലിയ സൈനിക ബലം അല്ല, അവർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ഈ ഇസ്രയേൽ വെള്ളിയാഴ്ച പുലർച്ചെ 3:30 ഇറാനെ ആക്രമിക്കുന്നു. ടെഹ്റാൻ അടക്കമുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവിടുത്തെ ഈ ആണവ കേന്ദ്രം അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്താണ് ആക്രമിച്ചിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ അത് കൃത്യമായിട്ട് ആക്രമിക്കുകയും അതിനെല്ലാം നാശം വരുത്തുകയും ചെയ്തു. അതാണ് ആദ്യത്തെ പടി. എന്തു സംഭവിച്ചു? 9 ആണവ ശാസ്ത്രജ്ഞർ, ഏറ്റവും പ്രമുഖരായ 9 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഈ നതാൻസിലെ ആണവ കേന്ദ്രം സമ്പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. ആ ഇന്ന് മാത്രമല്ല, ഇസ്രയേൽ ഇപ്പോഴും മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം, അതിന് സമീപത്ത് താമസിക്കുന്ന ആൾക്കാർ അവിടം വിട്ടു പോകണം, അവിടം ഒഴിഞ്ഞു പോകണം എന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ നതാൻസിനെ കംപ്ലീറ്റ് ആയിട്ടും പരിപൂർണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞു. ഈ നതാൻസിലാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത്. അത് നിലച്ചു, അല്ലെങ്കിൽ അവിടെ ഇനി ഒരു പക്ഷേ അവിടെ നിന്ന് എന്തെങ്കിലും ആണവ ചോർച്ച ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്, ഇറാനുമുണ്ട്. പക്ഷേ ഇസ്രയേൽ അതൊന്നും വകവയ്ക്കുന്നില്ല. തുടർന്ന് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു, അതുപോലെ തന്നെ മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. വലിയ രീതിയിൽ എന്താ പറയുക, ഇസ്രയേൽ ആഞ്ഞടിക്കുകയായിരുന്നു. തുടർന്ന് അന്ന് രാത്രി, വെള്ളിയാഴ്ച രാത്രി തന്നെ ഏതാണ്ട് 9 മണിയോടുകൂടി ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇറാൻ അവരുടെ മിസൈലുകൾ ഉപയോഗിച്ച്, ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ ഇസ്രായേലിൻ്റെ 150 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 200 ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത്. ഏതാണ്ട് 99% മിസൈലുകളെയും ഇസ്രായേൽ അവരുടെ വ്യോമ പ്രതിരോധം, ഈ പറയുന്ന അയൺ ഡോം ഉപയോഗിച്ച് അവർ നശിപ്പിച്ചു. പക്ഷേ ചിലതൊക്കെ ഇസ്രയേലിൽ ഇവരുടെ കണ്ണ് വെട്ടിച്ച്, അയൺ ഡോമിൻ്റെ പ്രതിരോധം വെട്ടിച്ച്, ഇസ്രയേലിൻ്റെ കണ്ണ് വെട്ടിച്ച് അത് ടെല്ലവീവിന് സമീപത്തൊക്കെ പതിച്ചു. ഏതാണ്ട് ഇറാനിൽ 78 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെങ്കിൽ ഇവിടെ 3 മരണമാണ് ഇസ്രയേലിൽ സംഭവിച്ചിരിക്കുന്നത്. 6-7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാനിൽ 9 ആണവ ശാസ്ത്രജ്ഞരും 1 ഡസനോളം, ഏതാണ്ട് 12-ലധികം അവരുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും സൈനിക മേധാവി അടക്കം കൊല്ലപ്പെട്ടപ്പോൾ ഇപ്പുറത്ത് അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഒരു വിമാനം ഞങ്ങൾ വെടിവെച്ചിടുകയും, ഒരു പോർ വിമാനം ഞങ്ങൾ വെടിവെച്ചിടുകയും അതിലുണ്ടായിരുന്ന വനിതാ പൈലറ്റിനെ ബന്ദിയാക്കി പിടിക്കുകയും ചെയ്തതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അത് നിഷേധിക്കുന്നു. കാരണം ഇസ്രായേലിന് അങ്ങനൊരു നഷ്ടം സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, ഒരു ഇസ്രായേൽ പൗരനെങ്കിലും ഇറാൻ്റെ കൈവശം പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഇറാൻ്റെ അവകാശവാദം പൊള്ളയാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് നമ്മൾ ഇസ്രായേലിലേക്ക് മടങ്ങി വന്നാൽ, ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് വ്യോമപ്രതിരോധമൊക്കെ ഒരുക്കി അവരുടെ ജനങ്ങളെ ബങ്കറിലേക്ക് മാറ്റി. ഈ വലിയ വലിയ കെട്ടിടങ്ങളുടെ അണ്ടർഗ്രൗണ്ട്, അതിൻ്റെ ഈ ഭൂഗർഭ വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളുണ്ട്, അതെല്ലാം ആശുപത്രികളാക്കിയും മറ്റും
പിന്നെ കൺവെർട്ട് ചെയ്ത് പരിവർത്തനം ചെയ്ത് അവിടെ സജ്ജമാക്കിയിരിക്കുകയാണ്. മുറിവേൽക്കുന്നവരെ, പരിക്കേൽക്കുന്നവരെയൊക്കെ ചികിത്സിക്കാനും മറ്റും. അവിടുത്തെ ഈ വലിയ വലിയ ആശുപത്രികളും മറ്റുമൊക്കെ ഒഴിപ്പിച്ച് അവരെയെല്ലാം, ഇത് കൃത്യമായിട്ട് ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ്, ഈ ആശുപത്രികളെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകരുത്, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ തരത്തിൽ ഈ പറയുന്നത് പോലെ ആശുപത്രികൾ ആക്രമിക്കപ്പെടും എന്ന് ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രോഗികളായിരിക്കുന്നവരെല്ലാം അവിടുന്ന് ഒഴിപ്പിക്കുകയും ഈ അണ്ടർഗ്രൗണ്ട് ഭൂഗർഭ പാർക്കിംഗ് കേന്ദ്രങ്ങൾ, വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളൊക്കെ ഒരു എന്താ പറയുക, ആശുപത്രിയുടെ അന്തരീക്ഷത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ ഒരു തയ്യാറെടുപ്പുകളോടുകൂടി, മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് ഇവരെ ആക്രമിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ കയറി ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അടിക്കുകയല്ല ചെയ്തത്. ഏതാണ്ട് 7-8 മാസത്തെ മുന്നൊരുക്കങ്ങൾ ഇതിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മൊസാദ് വളരെ കൃത്യമായിട്ട് ഈ ഏതൊക്കെ കേന്ദ്രങ്ങൾ ആക്രമിക്കണം, എങ്ങനെയൊക്കെ ആക്രമിക്കണം എന്നതിൻ്റെ കൃത്യമായൊരു ചിത്രം. പക്ഷേ ഈ ഇസ്രായേൽ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അല്ല, ഒരിക്കലുമല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം അത്ര വലിയ സംവിധാനമാണ് അവർ ഒരുക്കിയിരുന്നത്. 1500 കിലോമീറ്റർ ദൂര പരിധിയിലുള്ള മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവർ ഉപയോഗിച്ചത്. ഫത്താഹ്, താജ്, ഖാസിം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചത്. എന്നിട്ടും അതിനെ എല്ലാം തടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഇസ്രായേലിലേക്ക് ഇവരുടെ കണ്ണു വെട്ടിച്ച്, പ്രതിരോധം വെട്ടിച്ച്, അയൺ ഡോമിൻ്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിൽ പതിച്ച മിസൈൽ എന്ന് പറയുന്നത് 1550 കിലോമീറ്റർ പ്രഹര പരിധിയുള്ള ഖൈബർ ഷെക്കാനോ എന്ന് പറയുന്ന മിസൈലാണ് അവിടെ പതിച്ചത്. അത് ഒരെണ്ണമാണ് അവിടെ പതിച്ചിരിക്കുന്നത്, മറ്റ് ഒന്നും അവിടെ പതിച്ചിട്ടില്ല. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ആക്രമിക്കാൻ തുടങ്ങിയത്. മറുപടിയായിട്ട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ടുകൊണ്ടുള്ളൊരു സൈനിക നീക്കമാണ് ഇറാൻ നടത്തുന്നത്. എന്തായാലും ഈ വെള്ളിയാഴ്ച രാത്രിയിലും ശനിയാഴ്ച പുലർച്ചെയുമായിട്ട് ഇറാൻ 2 തവണ ആക്രമണങ്ങൾ നടത്തി. അതിന് മറുപടി എന്നോണം ഇസ്രായേൽ മറ്റൊരു ആക്രമണം കൂടി ശനിയാഴ്ച പകൽ നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളും സോഷ്യൽ മീഡിയയും ഒഴിവാക്കിയാൽ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ 2 ഭാഗത്തും? ഇവിടെ ചില ചാനലുകളൊക്കെ ഇസ്രായേൽ കത്തുന്നു, ഇറാൻ ആഞ്ഞടിക്കുന്നു, ആണവ ബോംബ് വരെ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ പടച്ചു വിടുന്നത്. അവർക്കൊക്കെ സ്ഥാപിത താല്പര്യങ്ങളുണ്ടാകാം, അതിൽ കവിഞ്ഞ് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇറാൻ വലിയ നാശങ്ങളാണ്. കാരണം ഈ ആക്രമണം ഉണ്ടായി ആദ്യത്തെ ഒരു 4-5 മണിക്കൂർ ടെഹ്റാൻ സ്തംഭിച്ചുപോയി. എന്തു പറയണം എന്നവർക്ക് അറിഞ്ഞൂടാ. കാരണം ആരൊക്കെ കൊല്ലപ്പെട്ടു, ആരൊക്കെ രക്ഷപ്പെട്ടു എന്ന് പോലും അവർക്ക് ആദ്യം തിരിച്ചറിയാനായില്ല. പിന്നീടാണ് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടും ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു, അതുപോലെ തന്നെ ഈ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ളത്. മാത്രമല്ല ഇറാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയാണ് ഇസ്രായേൽ വളരെ രഹസ്യമായിട്ട്, ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ആൾക്കാർ ഇറാന് ഉള്ളിൽ കടന്നു കയറി ഉള്ളിൽ നിന്ന് ഡ്രോൺ ഉപയോഗിച്ച് ഈ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയും ഒരു കാര്യം സംഭവിച്ചു. അതും ഈ ഇറാന് സമയത്ത് കണ്ടെത്തി തടയാൻ സാധിച്ചില്ല, അവർ അതിൽ വിജയിച്ചില്ല എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ഒരു പണത്തൂക്കം മുന്നിൽ ഇസ്രായേൽ തന്നെയാണ് നിൽക്കുന്നത്. ഇസ്രായേലിൻ്റെ മുന്നിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഇറാൻ എത്ര സമയം കഴിയും എന്നുള്ളതാണ്. ഇറാന് വലിയ സൈനിക ശേഷിയൊക്കെ ഉണ്ട്, 6.5 ലക്ഷത്തോളം സൈനികർ അവർക്കുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ അത്ര വലിയ ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് 1,70,000 സൈനികരേ ഉള്ളൂ. പക്ഷേ ഈ സൈനികരുടെ കണക്കിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം ഇവർ തമ്മിൽ കരാതിർത്തി പങ്കിടുന്നില്ല. ഇവർ തമ്മിൽ യുദ്ധം നടക്കുന്നത് ആകാശത്തൂടെ വ്യോമ യുദ്ധമാണ് നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ചാരന്മാർ ഇതിനകത്ത് കടന്നു കയറിയിരിക്കുകയാണ്. ഇറാനിൽ എവിടെയൊക്കെ അവരുണ്ട്, അവരെവിടെയെല്ലാം ഡ്രോണുകൾ നിക്ഷേപിച്ചിരിക്കുന്നു, സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഡ്രോണുകൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ഇറാൻ ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുതന്നെ ഒരു വലിയ വിജയമല്ലേ ഇസ്രായേലിനെ സംബന്ധിച്ച്. ചെറിയ വാഹനങ്ങളിലാണ് അവർ ഡ്രോണുകൾ അവിടെ എത്തിച്ചത്. ഇത് കണ്ടെത്താൻ ഇറാൻ്റെ ചാരസംഘടനയ്ക്കോ ഒന്നും സാധിച്ചില്ല, ഇറാൻ്റെ സൈന്യത്തിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ വീഴ്ച തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ്
ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ നാശം ഈ അറബ് രാഷ്ട്രങ്ങൾക്കും മധ്യേഷ്യയ്ക്കും ഒക്കെ പശ്ചിമേഷ്യയ്ക്കും ഒക്കെ ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്.